നന്ദിനിയേ. സരോജ ആന്റിയോ? ഒന്നുമില്ല ആന്റി, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ആന്റിയെ കാണാൻ അങ്ങോട്ട് വരണോന്ന് ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. ഒട്ടും സമയമില്ല മോളെ, അതിന്റെ കൂടെ കാര്യം വയ്യ. അത് കുഴപ്പമില്ല ആന്റി, ആന്റി ഇങ്ങോട്ട് വന്നല്ലോ. ഒരു കുതിരയുണ്ടല്ലോ, സിറ്റി സ്ഥലം വാങ്ങിച്ചു, 9 കോടി രൂപയായി. അതല്ല, അവിടെ തന്നെ ഒരു വീടും നോക്കുന്നുണ്ട്. ഞങ്ങള് പോയി കണ്ടായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാ. പിന്നെ അകത്ത് കുറച്ച് പണിയുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് പോവാ. അച്ഛാ, എന്തുകൊണ്ട് സരോജം? എന്താ പറയാനാ, കാണാനില്ലല്ലോ. എവിടെയായിരുന്നു? സുഖമില്ലാത്തോണ്ടാ ഇപ്പൊ ഞാൻ എന്നും അങ്ങനെ പോകുന്നില്ലല്ലോ. അയ്യ, എന്തുകൊണ്ട്? നന്ദിനിയുടെ ഒരു പുളുവടിയേ കേട്ടോണ്ട് അങ്ങ് ഇച്ചിരി നേരം നിന്നതാ. അവളല്ലേലും അങ്ങനെ ചില പുളുവടിയൊക്കെ ഉണ്ട്. പാവം. അതൊക്കെയാണ്. കടയിൽ വരെ ഒന്ന് പോയിട്ട് മറ്റേ. ശരി വെച്ചാ, ഞാനും പോവാ. കാത്തിരിക്കുന്നു. ആ രോഹിണിയായിട്ട് കൊഞ്ചാൻ പോയതായിരിക്കും, അതാ ഇത്രയും താമസിക്കുന്നത്. ഞാനിവിടെ ഒരുത്തി കാത്തിരിക്കുന്നുണ്ടെന്നുള്ള വിചാരമുണ്ടോ മനുഷ്യന്? അവളുമായിട്ട് സിനിമ കാണാൻ വല്ലതും പോയതായിരിക്കും, അതാ ഇത്ര താമസിക്കുന്നത്. നിക്കവിടെ, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. എന്താ നിനക്ക് അറിയാനുള്ളത്? എനിക്ക് പലതും അറിയാനുണ്ട്. എന്ത്? നിങ്ങളും ആ രോഹിണിയായിട്ട് എന്താ ഇടപാട്? അവളുമായിട്ട് ഒരു കൊഞ്ചലും ഒരു ഇളക്കവും. വെറുതെ ആവശ്യമില്ലാത്തത് പറയരുത്, ആൾക്കാർ കേട്ടാ നാണക്കേടാ. പറയുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് കുഴപ്പം. ഞാൻ കണ്ടതാ എല്ലാം. നിങ്ങൾ അവിടെ വീട്ടിൽ പോയി നിൽക്കുന്നതൊക്കെ. എന്താ ഇവിടെ ഒരു വഴക്കും ബഹളമൊക്കെ? അങ്ങോട്ട് ചോദിക്ക്. നിങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചിട്ട് ഇപ്പം സന്തോഷമായിട്ട് കഴിയാനുള്ളതല്ലേ? ഇങ്ങനെ വഴക്കും ബഹളമൊക്കെ ഇവിടെ കൊച്ചാട്ടനെങ്ങാനും ഇതറിഞ്ഞാൽ പുള്ളിക്ക് വിഷമമാകത്തില്ലയോ? ഇനി മേലെ ഇങ്ങനെ നിങ്ങൾ വഴക്കും ബഹളവും ഒന്നും ഇവിടെ ഉണ്ടാക്കല്ലേ, പറഞ്ഞേക്കാം. നിങ്ങൾ കറക്റ്റ് സമയത്ത് മുങ്ങിയല്ലേ? ആ സരോജ ആന്റി ഇവിടെ വന്ന് എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് നിങ്ങൾക്ക് വല്ല അറിയണോ? എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. എൻ്റെ അമ്മ മരിച്ചതിൽ പിന്നെ രോഹിണി ആൻറ്റിയും സരോജ ആൻറ്റിയും കൂടാണ് എന്നെ നോക്കി വളർത്തിയത്. പിന്നെ രോഹിണി ആൻറ്റി കുറച്ച് മേക്കപ്പ് ആയതുകൊണ്ടാണ് ചെറുപ്പക്കാരിയെ കൂട്ടി തോന്നുന്നത്. ഇനിയെങ്കിലും നീ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറണം. സോറി ഉദയ, ഞാൻ നിന്നെ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. സോറി.